ഹായ്, ഇന്ന് നമ്മുടെ 54th ഡേ ആണ്. അപ്പോൾ രാവിലെ തന്നെ പഞ്ചാബ് അശുതോഷ് ഭായ് എൻ്റെ കൂടെ കളിച്ചിട്ടുള്ള നാഷണൽ ഗെയിംസിലൊക്കെ വൻ പ്ലെയറാണ്. അപ്പോൾ പുള്ളി എന്നെ അങ്ങോട്ട് അവിടെ ക്ഷണിച്ചായിരുന്നു അവരുടെ ക്ലബ്ബിലോട്ട്. അപ്പോൾ അവരുടെ ക്ലബ്ബാണ് ഇതാ. നമ്മുടെയൊക്കെ നാട്ടിൽ ഇത് കണക്ക് സ്പോർട്സ് കൗൺസിലൊക്കെ ഉള്ളു ഇത് കണക്കുള്ള ക്ലബ്ബൊക്കെ. ഇവിടെ അല്ലാതെ തന്നെ എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാനുള്ള സെറ്റപ്പിലാണ്. അപ്പോൾ എന്തായാലും ഞാൻ അശുതോഷ് ഭായും കൂടി അവിടെ പ്രാക്ടീസ് ചെയ്തു. ഷാഡോ ബോക്സിങ്ങിൽ ഞാനും പുള്ളിയും കൂടി 350 പഞ്ചസ് എറിഞ്ഞു. അങ്ങനെ പഞ്ചസ് 350 കഴിഞ്ഞതിന് ശേഷം നേരെ പുള്ളി എന്നെ പഞ്ചും പാഡ് ചെയ്യിപ്പിച്ചത്. പുള്ളി കുറേ വർക്കൗട്ടുകൾ എന്നെ ചെയ്യിപ്പിച്ചായിരുന്നു. അപ്പം പുള്ളി അത്യാവശ്യം നല്ല പ്ലെയറാണ്. അവരെ ഹാർഡ് വർക്ക് ചെയ്യുന്നതാണ്. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ബട്ട് എന്നിരുന്നാൽ കൂടി അവർ കുറേ കൂടി ഒരു ഡെഡിക്കേറ്റഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പഞ്ചും പാഡ് വർക്കൗട്ട് ചെയ്യിപ്പിച്ചു. പുള്ളി ടെക്നിക്കലാണ്. ഞാൻ ഇത്രയും പവർ പഞ്ചസാണ്. പുള്ളി കുറേ കൂടി സ്പീഡ് ടെക്നിക്കൽ പഞ്ചസാണ്. അപ്പോൾ എന്തായാലും പുള്ളിയുടെ കൂടെ വർക്കൗട്ട് ചെയ്യാൻ പറ്റിയൊരു ഒത്തിരി സന്തോഷമുണ്ട്. എന്തായാലും ഞങ്ങളുടെ വർക്കൗട്ടിന് ശേഷം ഞങ്ങളവിടെ ടച്ച് സ്പാറിങ് ആയിരുന്നു. പവർ പഞ്ചസ് അല്ല, എന്നിരുന്നാൽ കൂടി ടെക്നിക്കലായി ഞങ്ങൾ സ്പാർ ചെയ്തു. പുള്ളി കുറേ കൂടി നല്ല സ്കില്ലഡ് ആയതുകൊണ്ട് തന്നെ സ്കോറിങ്ങിലൊക്കെ പുള്ളി അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. പുള്ളി നല്ല സ്പീഡാണ്. സൗത്ത് പായും കൂടിയാണ്. അപ്പോൾ ഞങ്ങൾ അത് കഴിഞ്ഞു. ബാക്കി നമ്മുടെ 500 പഞ്ചസ് ആയിരുന്നു ഓൾറെഡി. ബാക്കി 500 പഞ്ചസ് പഞ്ചും ബാഗിൽ നമ്മൾ ഇടിച്ച് തീർത്തു. അങ്ങനെ ഞങ്ങളുടെ വർക്കൗട്ടിൻ്റെ ഇടയിൽ കൂടി തന്നെ ഞാൻ 1000 പഞ്ചസ് കംപ്ലീറ്റ് ചെയ്ത്. അശുതോഷ് ഭായും കൂടെ നിന്ന് തന്നെ പുള്ളിയും അതുകൊണ്ട് തന്നെ 1000 പഞ്ചസ് ഫിനിഷ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ വർക്കൗട്ടിന് ശേഷം ഒരു സെറ്റ് പുള്ളപ്സ് കൂടെ അവിടെ കംപ്ലീറ്റ് ചെയ്തു. പുള്ളിയും ഞാനും എല്ലാം ചെയ്തായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു സ്പോർട്സ് സായി മാതിരിയുള്ളൊരു സംഭവമാണ്. ഇവിടെ മുഴുവൻ സ്പോർട്സിലെ പിള്ളേർക്കൊക്കെ ഹോസ്റ്റലും കാര്യങ്ങളും ബോക്സിംഗ് ഹാൾ തന്നെ ഉണ്ട്. ഇത്രയും വലുതാണ് ബോക്സിംഗ് ഹാൾ. ഇത് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബോക്സിംഗ് ഹാളാണ്. അങ്ങനെ ഞങ്ങളുടെ വർക്കൗട്ടെല്ലാം കഴിഞ്ഞതിന് ശേഷം നേരെ ഞങ്ങൾ പോയി ജ്യൂസ് കുടിച്ചു. അത് പോരാനായിട്ട് നമ്മുടെ ചായ അത് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. ചായ കുടിച്ചു. സെക്കൻഡ് സെറ്റ് പുള്ളപ്സ്, തേർഡ് സെറ്റ് പുള്ളപ്സ്, സെക്കൻഡ് സെറ്റ് പുഷപ്സ്, തേർഡ് സെറ്റ് പുഷപ്സ് നമ്മളെല്ലാം ചെയ്ത് തീർത്തത്. ഫോർത്ത് സെറ്റ് പുള്ളപ്സ്, ലാസ്റ്റ് സെറ്റ് പുള്ളപ്സ് അങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. കൂട്ടുകാരെല്ലാം ശ്രദ്ധിക്കുക, ആരോഗ്യം എല്ലാം നോക്കുക, പ്രോപ്പറായിട്ട് ഫുഡ് റെസ്റ്റ് എല്ലാം എടുക്കുക. നമ്മുടെ പ്ലാനിലായിരിക്കണം നമ്മുടെ ജീവിതം പോണ്ട്. മറ്റൊരാൾക്ക് ആ ഒരു അവസരം കൊടുക്കരുത്. ശേഷം നമ്മുടെ ഫോർത്ത് സെറ്റ് പുഷപ്സ് ചെയ്തു. ലാസ്റ്റ് സെറ്റ് പുഷപ്സും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഓൾമോസ്റ്റ് ടയേർഡായിരുന്നു. ഇന്ന് യാത്രയുടെയൊക്കെ ആയിരിക്കും. ബസ്സിൽ തന്നെ 3.5 മണിക്കൂർ വൺ സൈഡ്, അങ്ങനെ 7 മണിക്കൂറോളം ബസ്സിലിരുന്ന് നടുവൊടിഞ്ഞ് അങ്ങനെ ക്ഷീണം ഉണ്ടായിരുന്നു. ബർപ്പീസ് 50 കംപ്ലീറ്റ് ചെയ്തു. ശേഷം നമ്മളവിടെ ഹാൻഡ് സ്റ്റാൻഡ് വാക്ക് ചെയ്തതിന് ശേഷം പുഷപ്സ് ചെയ്തില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ വന്നിട്ടാണ് ചെയ്തത്. ഫുള്ള് ടയേർഡായിരുന്നു. എന്നിരുന്നാൽ കൂടി ഞാൻ അത്യാവശ്യം ചെയ്തു. ഫുള്ള് താഴെ വരെ വരാൻ പറ്റുന്നില്ല. എന്തായാലും നമ്മൾ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തു. എല്ലാവരും സ്റ്റേ ഫിറ്റ്.